ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്ക് ഞാൻ ഓരോ കേക്കായി 6 പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുമിച്ച് ബാറ്റർ ചെയ്ത് ഓരോ കളർ ചേർത്തെടുത്താൽ പോരെ എന്ന്. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആ കേക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തന്നില്ല. ദോശ ചുട്ടെടുക്കുന്നത് പോലെയാണ് എനിക്ക് ആ കേക്ക് കണ്ടപ്പോൾ തോന്നിയത്. അത് മാറ്റി വെച്ചിട്ടാണ് ഓരോ കേക്കായി ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോഴാണ് എനിക്ക് ശരിയായി വന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോ കളർ ചേർത്ത് 6 കേക്കായി ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ ഈ കേക്ക് മാത്രമേ പ്രിഫർ ചെയ്യൂ. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത 6 കേക്കുകളാണിത്. ഇതിന് ഫില്ലിങ്ങായി വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും കൊടുത്തിട്ടുണ്ട്. വെറ്റ് ചെയ്യാൻ 1 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വാട്ടർ ചേർത്ത് തിളപ്പിച്ച് തണുക്കുമ്പോൾ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് ആണ് വെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഐസിങ്ങിനായി 2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 6 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടേൺ ടേബിളിന് മുകളിലായി ഒരു ബോർഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അത് നന്നായി വെറ്റ് ചെയ്യുക. വെറ്റ് ചെയ്തതിന് ശേഷം കേക്കിന് മുകളിലായി ക്രീം അപ്ലൈ ചെയ്ത് അതിന് മുകളിലായി മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നും അടുത്ത ലെയർ വെച്ച് വെറ്റ് ചെയ്യുക. പിന്നും പഴയതുപോലെ റിപ്പീറ്റ് ചെയ്യുക. എല്ലാം ചെയ്ത് എല്ലാ കേക്കും മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ക്രം കോട്ട് ചെയ്ത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. പിന്നെ നല്ല കട്ടിയിൽ തന്നെ ക്രീം ചെയ്ത് കൊടുക്കുക. ഫൈനൽ കോട്ടിങ്ങിനായി ഓരോ ബൗളിൽ കുറേശ്ശെ ക്രീം എടുത്ത് അതിൽ ഓരോ കളർ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഓരോന്നും പൈപ്പിംഗ് ബാഗിലാക്കി വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ച് പതുക്കെ കറക്കി കൊടുക്കുക. പാലറ്റ് നൈഫ് ഉപയോഗിച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പതുക്കെ കറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷായി വന്നിട്ടുണ്ട്. ഇനി മുകളിലുള്ള ഡെക്കറേഷനുകളൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ജേംസും ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.